കൃഷി ഒരു സ്വകാര്യതയല്ല, അത് കൂട്ടായ്മയുടെ ഉത്സവമാണ്. കന്നുപൂട്ടിയും വിത്തുപാകിയും ഞാറുനാട്ടിയും കളപറിച്ചും പാട്ടുപാടിയും കൊയ്തുകൂട്ടിയും കറ്റകെട്ടിയും കളമൊരുക്കിയും മെതിയടിച്ചും നാം ഒരുക്കിയ ഒത്തുചേരലിൻ്റെ കഴിഞ്ഞകാല കാർഷിക ദൃശ്യശ്രാവ്യ സൗഭഗ സംസ്കാരത്തിൻ്റെ തിരുവടയാളമായ ഹൃദയോത്സവം ഇന്നത് ഏറെക്കുറെ അന്യം നിന്ന് പോയെങ്കിലും കൃഷി എന്നാൽ 4 മതിൽക്കെട്ടുകൾക്കുള്ളിലെ കൊച്ചു മനസ്സിൻ്റെ ലാഭക്കൊതി വിതയായി മാറിയെങ്കിലും കൃഷി എന്ന വാക്കിന് കൂട്ടായ്മയോടും ആഘോഷത്തോടും തന്നെയാണ് കൂടുതൽ അടുപ്പം. പണവും പ്രതാപവും ഐശ്വര്യവും ഉണ്ടായാൽ പോരാ, അത് പങ്കുവയ്ക്കുവാനുള്ള മനസ്സുകൂടി ഉണ്ടാകുമ്പോഴേ ഒരാൾ യഥാർത്ഥ മനുഷ്യൻ. ഒരു ദേശത്തെ ഉറങ്ങിക്കിടന്ന മുഴുവൻ കൃഷിയിടങ്ങളെയും വിളിച്ചുണർത്തുകയാണ് ഇവർ. ഭക്ഷ്യസുരക്ഷയും ഭക്ഷ്യസ്വയം പര്യാപ്തതയും കൈവരിക്കാതെ ഒരു നാടിനും രക്ഷപ്പെടാനാവില്ലെന്ന് മറ്റാരേക്കാളും നന്നായി കിറ്റക്സ് സാബുവിനറിയാം. അതുകൊണ്ടാണ് നിരവധി എതിർപ്പുകളെ അതിജീവിച്ച് കിഴക്കമ്പലത്തെ ആയിരക്കണക്കിന് കർഷകരെ ഒന്നിപ്പിച്ച് അവർക്ക് കൃഷി ചെയ്യുവാനുള്ള പ്രാഥമിക ചെലവുകളും വിത്തും വളവുമൊക്കെ തികച്ചും സൗജന്യമായി നൽകി ഇങ്ങനെ ഒരു ധീരമായ സംരംഭത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടത്. നമ്മൾ ഈ കൃഷിക്ക് വേണ്ടി വരുന്ന മൊത്തം വെള്ളം നമ്മുടെ ഈ ഫാക്ടറിയിൽ നിന്ന്, ഇപ്പോൾ ഇത് ഞങ്ങളുടെ പ്രോസസ്സിങ് ഫാക്ടറിയാണ്, ഈ ഫാക്ടറിയിൽ നിന്നുള്ള വെള്ളം നമ്മൾ അത് ട്രീറ്റ് ചെയ്തിട്ട് അത് ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കാതെ നമ്മൾ ആ വെള്ളം അതുപോലെ ഇത് ഈ ഇവിടുത്തെ കൃഷിക്ക് വേണ്ടിയിട്ട് നെൽകൃഷിക്ക് വേണ്ടിയിട്ട് എല്ലാം ഉപയോഗിക്കുന്ന ഈ വെള്ളം ഈ സാധാരണ നമ്മൾ എത്രയെല്ലാം രീതിയിൽ ശുദ്ധീകരിച്ച് കഴിഞ്ഞാലും പൊതുജനങ്ങൾക്ക് അവർക്കൊരു ധാരണ വരും, ഓ ഇത് മാലിന്യമുണ്ട്. അപ്പോൾ നമ്മളത് പ്രായോഗികമായിട്ട് അവരെ കാണിച്ചു കൊടുക്കുക. ഇത് മാലിന്യമില്ല, ഇത് കണ്ടോ ഇവിടെ തെങ്ങ് വളരുന്നുണ്ട്, വാഴ വളരുന്നുണ്ട്, നെല്ല് വളരുന്നുണ്ട്, കപ്പ വളരുന്നുണ്ട്, പച്ചക്കറികൾ വളരുന്നുണ്ട്, ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളൊരു വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പാടത്ത് കൃഷി ഇറക്കി കഴിയുമ്പോൾ ഈ വെള്ളം മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ പാടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വെള്ളം മുഴുവൻ ഈ ഫാക്ടറിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. കിറ്റക്സിൻ്റെ MD സാബു ജേക്കബ് അദ്ദേഹത്തിന് തരിച്ചു കിടക്കുന്ന പാടശേഖരം കൃഷി ഇറക്കുമെന്ന് പറയുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ശരിക്കും പൊല്യൂഷൻ ഉണ്ട് എന്ന് ജനങ്ങൾ പ്രചരിപ്പിക്കുന്ന, ഞങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം. ഈ പൊല്യൂഷൻ കൊണ്ട് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, മലിനജലമാണ് ഒഴുകുന്നത്, കൂടുതൽ ആരോഗ്യത്തിന് ഹാനികരം സംഭവിക്കും എന്നെല്ലാം പ്രചരിപ്പിക്കുമ്പോൾ അത് ഇപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് ഒരു മലിനജലവും ഇല്ല, പൊല്യൂഷൻ്റെ ഒരു പ്രശ്നമില്ല എന്ന് തെളിയിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഈ തരിച്ചു കിടന്ന 15 വർഷമായി തരിച്ചു കിടക്കുന്ന പാടശേഖരം കൃഷി ഇറക്കുകയും ജൈവ കൃഷി മോഡൽ തന്നെ ഒരു രാസവളങ്ങൾ ഉപയോഗിക്കാതെ തന്നെ കൃഷി ഇറക്കി വിളവ് കൊയ്യുന്ന രംഗമാണ് നമ്മൾ ഈ കാണുന്നത്. ജാതി മത രാഷ്ട്രീയ വർഗവർണ്ണ ലിംഗഭേദമെന്നെ കിഴക്കമ്പലത്തെ കൃഷിയെ സ്നേഹിക്കുന്ന ജനങ്ങൾ സാബുവിന് പിന്നിൽ അണിനിരന്നപ്പോൾ എതിർപ്പുമായി എത്തിയ പരാന്നഭോജികൾ കാറ്റിൽ പറന്നുപോയി. ഇവിടെ കേരള കാർഷിക രംഗത്ത് കിറ്റക്സ് പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. പണം പൂഴ്ത്തിവെക്കുവാനുള്ളതല്ല, നാടിൻ്റെ നന്മയ്ക്കായി പ്രകാശം പരത്തുവാനുള്ളതാണ്. നാടും മൂടും മറന്ന് പണവും പ്രശസ്തിയും നേടാൻ എന്ത് തരംതാണ കൃഷിയും ജീവിതവ്രതമാക്കിയ സ്വാർത്ഥമതികൾക്ക് സാബു ഒരു തിരുത്തൽ പാഠമാണ്. കൃഷി ഇറക്കാതെ തരിശായി കിടക്കുന്ന ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ലാതിരിക്കുവാനുള്ള ഒരു യജ്ഞത്തിലാണ് ഈ 2020 നേതൃത്വത്തിൽ വ്യവസായികളുടെ കൂട്ടായ്മകളിലും കക്ഷി രാഷ്ട്രീയ മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും കൂട്ടായ്മയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വാഴയുമായിട്ട് എല്ലാ വീടുകളിലും 1 മുതൽ 50 വരെ വാഴകൾ വച്ചു കൊടുത്തു. അത് എല്ലാ ജനങ്ങളും വളരെ ആവേശപൂർവ്വമാണ് നെഞ്ചിലേറ്റിയിരിക്കുന്നത്. നമ്മൾ വ്യവസായമായിട്ട് വളരെ ബിസി ആയിട്ട് ഒരു ലൈഫായിരുന്നു ഇത്രയും നാൾ. പക്ഷേ നമ്മൾ കർഷകരുടെ ഇടയിലും കൃഷിയിലേക്കും ഇറങ്ങി തിരിച്ചപ്പോൾ നമുക്ക് ശരിക്കും ഒരു മാനസികമായിട്ടൊരു സന്തോഷം. അതുമാത്രമല്ല, ഞാൻ ഞാറള്ളൂർ കുന്നത്തൂടി വാർഡൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കർഷകരുമായിട്ടും എല്ലാം സംസാരിക്കുമ്പോൾ അവർക്ക് ഇത്രയും നാളും ആരും ഒരു നേതൃത്വം കൊടുക്കാനുണ്ടായിരുന്നില്ല.
ഇപ്പം ഞങ്ങളങ്ങോട്ട് ഇറങ്ങി തിരിച്ചു. അതുമാത്രമല്ല, ഇതുവരെ 2020 ചെയ്ത കാര്യങ്ങളെല്ലാം എല്ലാം പ്രാവർത്തികമാക്കുകയാണ് ചെയ്തത്. വർഷം 1100 കോടി രൂപ ടേൺ ഓവറുള്ള അന്ന കിറ്റക്സ് കമ്പനിയുടെ മുതലാളിക്ക് വേറെ പണിയില്ലേ? ചുമ്മാ ചേറിലും ചെളിയിലും എന്തിന് കാശ് കളയുന്നു എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. പക്ഷേ അവരറിയുന്നില്ലല്ലോ സാബുവിൻ്റെ പൈതൃകം. നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് ഒരു നേരത്തെ അന്നത്തിന് വക നൽകാനാണ് സാബുവിൻ്റെ അപ്പൻ MC ജേക്കബ് 1968 സ്വന്തം അമ്മച്ചി അന്നയുടെ പേരിൽ അന്ന അലുമിനിയം കമ്പനി തുടങ്ങിയത്. അന്ന് വെറും 10 തൊഴിലാളികളെ വെച്ച് മേക്കാംകുന്നിൽ ജേക്കബ് എന്ന കർഷകൻ ആരംഭിച്ച ഈ വ്യവസായ സംരംഭം ഇന്ന് മക്കളുടെ പ്രയത്നത്തിൽ 10,000 തൊഴിലാളികളുള്ള വ്യാവസായിക സാമ്രാജ്യമായി മാറിയിരിക്കുന്നു. ഏത് സാമ്രാജ്യത്തിൻ്റെയും അടിത്തറ പച്ച മണ്ണിലാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതാണ് സാബുവിൻ്റെ നന്മ. തീർച്ചയായിട്ടും നമുക്ക് ഈ നമ്മുടെ ഒരു മോഡേൺ ലൈഫ് വന്നു കഴിഞ്ഞപ്പോൾ പല ആളുകളും പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിലുള്ള ജീവിതം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കൃഷിയെല്ലാം മറന്നിട്ട് വേറൊരു പ്രത്യേകിച്ചൊരു മോഡേൺ ലോകത്തിലേക്ക് പോയി കഴിഞ്ഞു. കൃഷി കൊണ്ട് അല്ലെങ്കിൽ കൃഷി ഉണ്ടായിരുന്ന കാലത്ത് മനുഷ്യർ അനുഭവിച്ചിരുന്ന ഒരു ആനന്ദം, മനസ്സിനുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു സമാധാനം ഇന്നത്തെ കുടുംബങ്ങളിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വ്യവസായികമായി അവർ തിരക്കായി മറ്റുള്ള ഒരു മോഡേൺ ലോകത്തേക്കായി പോയി. അപ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തന്നെ ശിഥിലമായി പോയത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ കൃഷിയിൽ നിന്ന് വിട്ടകന്ന് ആ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കമേഴ്ഷ്യലായി നമ്മളെല്ലാവരും പോയി. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു മാറ്റം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചത്തുകിടന്ന പാടത്തെ തഴുകി ഉണർത്തി പച്ച വിരിച്ചത് മാത്രമല്ല, കിഴക്കമ്പലത്തെ തരിശുകിടന്ന കരഭൂമിയിൽ 1.5 ലക്ഷം വാഴയും നട്ടു കിറ്റക്സ് സാബു. വാഴയുടെ എണ്ണം ഈ വർഷം തന്നെ 5 ലക്ഷത്തിലേക്ക് ഉയർത്താനാണ് ഈ പ്രകൃതി സ്നേഹിയുടെ അടുത്ത ഉദ്യമം. നെൽകൃഷി മാത്രമല്ല, ഇതിപ്പോൾ ഞങ്ങൾ നെൽകൃഷി പോലെ തന്നെ മറ്റ് കൃഷികൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കാരണം നെൽകൃഷി തരിശായി കിടക്കുന്ന 990 ഏക്കറുണ്ട്. അത് കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ള കരഭൂമികളിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് വാഴകൃഷിയാണ്. അതിൻ്റെ ആരംഭമായിട്ടാണ് ഇവിടെ ഇപ്പോൾ 5 ഏക്കർ സ്ഥലമാണുള്ളത്. ഈ 5 ഏക്കറിൽ ഞങ്ങൾ ഏതാണ്ട് 7500 വാഴകൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അതിൽ കുറേയെല്ലാം വെട്ടിക്കഴിഞ്ഞു. അതിൻ്റെ ഇടകൃഷിയായിട്ട് കപ്പ, ഏതാണ്ട് 15 ടൺ കപ്പ ഞങ്ങൾ ഓൾറെഡി ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞു. കൂടാതെ ചീര ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്, മത്തൻ കൃഷി ചെയ്തിട്ടുണ്ട്, വെണ്ടയ്ക്ക കൃഷി ചെയ്തിട്ടുണ്ട്, വഴുതനങ്ങ, അങ്ങനെ പച്ചക്കറികളെല്ലാം ഇതിൻ്റെ ഇടകൃഷിയായിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാടശേഖരങ്ങൾ കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ കരഭൂമിയും 1 ഇഞ്ച് പോലും വേസ്റ്റ് ആവാതെ, അതായത് ഇപ്പോൾ ഒരു വാഴ കൃഷി ചെയ്യുന്ന സമയത്ത് ഇടകൃഷി കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് കൂടുതലായിട്ടുള്ള വരുമാനം ലഭിക്കും. അതുമാത്രവുമല്ല, നമുക്ക് അടുത്ത കൃഷി വരുന്ന സമയത്ത് അത് കമ്പോസിറ്റായിട്ട് നമുക്കിതെല്ലാം ഇതിൻ്റെ ഇലകളും എല്ലാം ചീഞ്ഞ് ഇതിന് ഉപയോഗിക്കാൻ സാധിക്കും. അത് വാഴ വയ്ക്കുക എന്ന് പറയുന്നത് വിത്ത് കൊടുക്കുക മാത്രമല്ല, ഞങ്ങൾ ഈ വിത്തുമായിട്ട് കുറച്ച് ആളുകൾ ഇതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 60 പേരുണ്ട്. ഒരു ദിവസം ഞങ്ങൾ ആവറേജായിട്ട് ഒരു 4000 വാഴ ഒരു ദിവസം വയ്ക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞാൽ ഇനി അടുത്തത് ഇപ്പോൾ ഈ തുലാവർഷം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കൃഷി എന്ന് പറയുന്നത് തെങ്ങാണ്. കാരണം കേരളം എന്ന് പറയുന്നത് തെങ്ങിൻ്റെ നാടാണ്. അപ്പോൾ അത് ഇപ്പോൾ പല ആളുകളും തെങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴേക്കും ഏതാണ്ട് 25,000 തെങ്ങ് 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങുകൾ വെച്ച് കൃഷി ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പദ്ധതി. അതോടൊപ്പം തന്നെ ഈ സമയത്തിന് വേണ്ട നമ്മുടെ ഈ പ്രദേശത്തിന് യോജിക്കുന്ന പച്ചക്കറികൾ, എല്ലാ പച്ചക്കറികളും, അതായത് വെണ്ടയ്ക്ക, വഴുതനങ്ങ, മുളക്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സ്വയം പര്യാപ്തതയിൽ എത്തിച്ചേരുക. നെൽകൃഷിക്ക് വേണ്ടി 25 ലക്ഷം രൂപയും വാഴയ്ക്ക് വേണ്ടി 12 ലക്ഷം രൂപയും സാബു ഇതിനകം മുടക്കിക്കഴിഞ്ഞു. ഭൂമി മലയാളം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരൊറ്റ നയാ പൈസ തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. 20 കിറ്റക്സ് കൃഷി ഓഫീസർമാരും 25 കിറ്റക്സ് MSWക്കാരും കിഴക്കമ്പലത്ത് ഇന്ന് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. 19 വാർഡുകളുള്ള കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ മുക്കിലും മൂലയിലും ഇന്ന് വികസനത്തിൻ്റെ കിറ്റക്സ് മന്ത്രമാണ് മുഴങ്ങുന്നത്.
ജനങ്ങളുടെ അടുത്ത് ഈ തരിശായി കിടക്കുന്ന ഭൂമികൾ കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ എല്ലാവർക്കും അല്പമൊക്കെ അതിനോട് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു വൈമനസ്യമുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇവിടെ കൃഷി ഇറക്കിയതിന് ശേഷം എല്ലാ ആളുകളും ഇങ്ങോട്ട് സമീപിച്ച് പറയുകയാണ് എൻ്റെ സ്ഥലം ഒഴുകണം, എൻ്റെ സ്ഥലത്ത് കൃഷി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വന്നിരിക്കുകയാണ്. കിഴക്കോളം പഞ്ചായത്തിന് ഒരു ഭൂമി പോലും 900 ഏക്കർ ഭൂമി നമ്മൾ മുഴുവനായി കൃഷി ചെയ്തിട്ട് നിന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാഴയുടെ ആണെങ്കിലും ഒരു 1.5 ലക്ഷത്തിൽ കൂടുതൽ വാഴ കൃഷി വയ്ക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇതൊരു 5 ലക്ഷമായിട്ട് മാറുന്നു. ഇത് കിഴക്കോളം പഞ്ചായത്ത് മുഴുവൻ എല്ലാ രീതിയിലുള്ള പച്ചക്കറി രീതിയിലാണെങ്കിലും വാഴ കൃഷിയിലെ രീതിയിലാണെങ്കിലും നെൽകൃഷിയാണെങ്കിലും എല്ലാ രീതിയിലും വളരെ മുന്നിട്ടിറങ്ങുന്ന ഒരു പ്രവൃത്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വ്യവസായ പ്രമുഖരൊക്കെയും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് നാം മോഹിച്ചു പോവുകയാണ്. സ്വന്തം നാടിനെ അവർ ദത്തെടുത്തിരുന്നെങ്കിൽ എന്നു നാം ആശിച്ചു പോവുകയാണ്. വ്യക്തിയിലൂടെ വികാസം വരിക്കുന്ന സമൂഹത്തെ നാം സ്വപ്നം കാണുകയാണ്. ഇതാ ഈ കിഴക്കമ്പലം സ്വപ്നം പോലെ. പ്രകൃതിയിൽ നിന്നുള്ള ഒരു മാറ്റം സംഭവിക്കുന്നതാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ജനങ്ങൾ നേരിടുന്നത്. ഇപ്പോൾ ഒരുപാട് രോഗങ്ങൾ വരുന്നത്, വെള്ളമില്ലായ്മ, വെള്ളത്തിൽ മാലിന്യം എടുക്കുക, വായുവിൽ മാലിന്യം. ഇപ്പോൾ തന്നെ ഈ ഇത്രയും നെല്ലും കൃഷി ഇവിടെ പ്രോത്സാഹിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ്, അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ വലിച്ചിട്ട് ഓക്സിജൻ്റെ അളവ് കൂടുകയാണ്. അപ്പോൾ വായു നമ്മൾ പ്രത്യേകിച്ച് ശുദ്ധീകരിക്കുക അതുകൊണ്ട് ചെയ്യുന്നത്, വെള്ളം ശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങിയാൽ മാത്രമേ നമുക്ക് സ്വയം പര്യാപ്തതയിൽ എത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് ഒരു 10, 15 അല്ലെങ്കിൽ 25 വർഷം കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടത്. ഇന്നിപ്പോൾ നമുക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നെല്ലും മറ്റുള്ള പച്ചക്കറികളും എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ അതും എത്ര കാലം കിട്ടുമെന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഗവൺമെൻറ്റും മറ്റുള്ള ഏജൻസികളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ച് അതാത് സ്ഥലങ്ങളിൽ വേണ്ട സാധനങ്ങൾ അതാത് സ്ഥലങ്ങളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ വരും തലമുറയ്ക്ക് അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരും. മേക്കാംകുന്നിൽ ജേക്കബിൻ്റെയും ഏലിയാമ്മയുടെയും മകൻ ഒരു പണക്കാരനായിരുന്നുവെന്ന് നാളെ ആരും പറഞ്ഞെന്ന് വരില്ല. പക്ഷേ അവനൊരു ദേശസ്നേഹിയായിരുന്നു എന്ന് നാളെ ചരിത്രം അടയാളപ്പെടുത്തും. 2020 ഇന്ത്യയുടെ നെറുകയിൽ ശുഭനക്ഷത്രമായി കിഴക്കമ്പലം ഗ്രാമം തിളങ്ങി നിൽക്കുന്ന സമാനതകളില്ലാത്ത സുഗന്ധമുള്ള സ്വപ്നം സാബുവിനൊപ്പം നമുക്കും കാണാം. ഹേ കടലാസ് പുലികളെ, വരൂ, നമുക്കും പുലികളാകാം. നല്ല ഒന്നാന്തരം പുലികൾ. ഭൂമി ദേവിക്ക് കിഴക്കമ്പലത്തിന് വേണ്ടി ഒരു സ്റ്റൈലൻ പ്രണാമം. വേരറ്റു പോയാൽ മരങ്ങളുണ്ടോ മണ്ണിൽ, വേരില്ല എങ്കിൽ മനുഷ്യനുണ്ടോ? ഏതു കിരീടം ധരിക്കുവാനാകിലും പാകത്തിലാകും ശിരസ്സു വേണം. ഏതു സിംഹാസനമേറുവാനാകിലും പാപം വെടിഞ്ഞ പാദങ്ങൾ വേണം. വേരില്ല എങ്കിൽ കൊടും കാറ്റിനെയല്ല പേടിച്ചിടേണം ചെറുകാറ്റിനെയും നീ. വേരില്ല എങ്കിൽ കൊടും കാറ്റിനെയല്ല പേടിച്ചിടേണം ചെറുകാറ്റിനെയും നീ. വേരറ്റു പോയാൽ മരങ്ങളുണ്ടോ മണ്ണിൽ, വേരില്ല എങ്കിൽ മനുഷ്യനുണ്ടോ? ഏതു കിരീടം ധരിക്കുവാനാകിലും പാകത്തിലാകും ശിരസ്സു വേണം. പാകത്തിലാകും ശിരസ്സു വേണം.